ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഗാർഡനിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? കൊക്കോപീറ്റ് ഒരു ബ്ലോക്കിൽ നിന്ന് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ചെയ്ത് നോക്കുന്നത് വെച്ചിട്ട് ഏറ്റവും നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാനും പറ്റും, നമുക്ക് വേസ്റ്റായി പോവുകയില്ല. അതേപോലെ ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് കൊക്കോപീറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഈ കാണിക്കുന്നത്. കൊക്കോപീറ്റ് ഒരു 5 കിലോയുടെ ബ്ലോക്കാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇതിനൊരു 200 സംതിങ് രൂപ മാത്രമേ ആവുള്ളൂ. പക്ഷേ നമ്മൾ 1 കിലോ വാങ്ങാൻ പോയാൽ തന്നെ 200 അടുപ്പിച്ച് വിലയാവും. അപ്പോൾ നമുക്ക് 5 കിലോയുടെ ബ്ലോക്ക് വാങ്ങുന്നതാണ് ലാഭം. അപ്പോൾ 5 കിലോയുടെ ബ്ലോക്ക് വാങ്ങി മുഴുവനും നമ്മൾ വെള്ളത്തിൽ കുത്തി എടുക്കുകയാണെങ്കിൽ ഒരു 75 ലിറ്റർ ഉണ്ടാവും. അത്രയും നമുക്ക് ഒരിക്കലും ആവശ്യം വേണ്ടി വരത്തില്ല. നമ്മളൊരു ചെറിയ ഗാർഡനിൽ ഒരു 5-6 ചട്ടികൾ നിറയ്ക്കാനായിട്ട് കുറച്ച് മാത്രം മതി. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വെള്ളം എടുത്തതിന് ശേഷം കുറച്ച് ഭാഗം മാത്രം അതിൽ മുക്കും. ബാക്കി ആ പ്ലാസ്റ്റിക് മാറ്റാതെ അങ്ങനെ തന്നെ വെച്ചേക്കും. നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് പിന്നത്തേക്ക് യൂസ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആ ഇളകി വരുന്നത് കുറേശ്ശെയായിട്ട് താഴോട്ട് ഇട്ട് കൊടുക്കും. ഇത് കുതിർന്ന് വരുന്ന കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഒരു 10 ഇരട്ടി കൂടുതൽ വെയിറ്റും സാധനം വയ്ക്കും. അതേപോലെ തന്നെ വോളിയം ഉണ്ടാവും. അത്രയും കൂടും, വെള്ളം കുതിർന്നിട്ട് കൂടും. ഇത് കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബ്ലോക്കാണ്. അപ്പോൾ കുറച്ച് ഭാഗം വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അത് ഇളക്കി ആ വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് അത് വെള്ളം സോക്ക് ചെയ്തിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഈ കൊക്കോപീറ്റ് എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ ഗാർഡനിങ്ങിനെ കുറിച്ച് വീഡിയോസ് കാണുന്നവർക്കും അല്ലാതുള്ളവർക്കും എല്ലാം ഇപ്പോൾ കൊക്കോപീറ്റ് എന്താണെന്ന് അറിയാം. കൊക്കോപീറ്റ് എന്ന് പറയുന്നത് നമ്മളെ ചകിരിയുടെ അകത്തുള്ള ഫൈബേഴ്സ്, വലിയ ഫൈബേഴ്സൊക്കെ മാറ്റിയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം കംപ്രസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ കൊക്കോപീറ്റിൻ്റെ ബ്ലോക്ക്. അപ്പോൾ നല്ലൊരു പോട്ടിംഗ് മീഡിയമാണ്. എന്ന് വെച്ചാൽ ഇതിൽ വെള്ളം നന്നായിട്ട് നിൽക്കും. നമ്മൾ ഈ ചെടിക്ക് ഇത് ഇടുവാണെങ്കിൽ വെള്ളം അതിൽ തന്നെ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് ഡീകമ്പോസ് ആയതിനു ശേഷം ഇത് വളമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഞങ്ങൾക്ക് മണ്ണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നീ പോട്ടിംഗ് മിക്സ് വാങ്ങണം, അല്ലെങ്കിൽ മണ്ണ് എവിടെന്നെങ്കിലുമൊക്കെ പോയി ഒപ്പിച്ചുകൊണ്ട് വരണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് ഏറ്റവും നല്ല പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഈ കൊക്കോപീറ്റാണ്. നമുക്ക് കുറച്ച് വാങ്ങി ഇങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചട്ടിയിൽ നിറയ്ക്കാൻ വേണ്ടി ഉണ്ടാവും. കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്താൽ മതി. ഈ കൊക്കോപീറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പകുതി കൊക്കോപീറ്റ് പകുതി മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളം നമുക്ക് കുറച്ച് കുറഞ്ഞാലും പ്രശ്നമില്ല, അതിലുള്ള വെള്ളത്തിൽ ചെടി നിന്നോളും. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ആ കുതിർന്ന് വന്ന പീസസ് മുകളിലുണ്ടാവുന്നതാണ് ആദ്യം കുതിരുന്നത്. അത് ഇളക്കി ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ആയിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആ കവറിട്ട് തന്നെ മൂടിയിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. അതിൽ കുറച്ച് നനവുണ്ടാവും. നമ്മളിപ്പോൾ എടുത്തതിൽ കുറച്ച് നനവുണ്ടാവും. ആ നനവുണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് പിന്നെ ഉണങ്ങി വന്നോളും. അപ്പോൾ നമ്മൾ ഇളക്കിയിട്ട സാധനത്തിന് അതിൽ ചിലപ്പോൾ വലിയ പീസസ് ഉണ്ടാവും, പിന്നെ സോക്കാവാതെ കിടക്കുന്നത്. അതിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം എത്രയാണെന്ന് വെച്ചാൽ ഒഴിച്ചതിന് ശേഷം ബാക്കി അതിനെ കുറച്ച് നേരം ഇങ്ങനെ ഇട്ടേക്കുക. അപ്പോൾ അത് കുറച്ചുകൂടെ വലുതായി ആ വെള്ളമെല്ലാം കുടിച്ച് വരും. പിന്നെ അതിന് ശേഷം നമുക്ക് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ചെടികൾ നടാൻ ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെങ്ങനെ ചെയ്യുമെന്നുള്ളത് കമൻറ്റായിട്ട് പറയുകയും വേണം. ഓക്കെ, താങ്ക് യു.